റെസിപ്പി വറുത്ത അരിപ്പൊടി ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അപ്പത്തിനുള്ള മാവ് ചേർത്ത് വെച്ച് നമ്മൾ കറികളൊക്കെ റെഡിയാക്കി വരുമ്പോഴേക്കും ഇതും നമുക്ക് റെഡിയായി കിട്ടും. ഇനി നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബിന് ശേഷം വരുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ നൽകിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ്. ഇത് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന നൈസായ അരിപ്പൊടിയാണ് എടുക്കുന്നത്. ഞാനെടുത്ത 2 കപ്പ് അരിപ്പൊടിയിൽ നിന്ന് 1/2 കപ്പ് അരിപ്പൊടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് നമുക്ക് കുറുക്കിയെടുക്കാനുള്ളതാണ്. ഈ കുറുക്കിയെടുക്കാനുള്ള 1/2 കപ്പ് അരിപ്പൊടി നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ച 1/2 കപ്പ് അരിപ്പൊടിയിലേക്ക് നമ്മൾ അരിപ്പൊടി എടുത്ത അതേ സെയിം കപ്പ് കൊണ്ട് തന്നെ 1.25 കപ്പ് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ 1.25 കപ്പ് വെള്ളത്തിന് പകരം നമുക്ക് തേങ്ങാപ്പാലിലും ഈ അരിപ്പൊടി കലക്കിയെടുക്കാം. ഇനി തേങ്ങാപ്പാൽ ചേർക്കുന്നില്ലെങ്കിൽ 1/2 കപ്പ് തേങ്ങയും ചേർത്ത് നമുക്കിത് അരക്കാം. ഞാനിതിലിപ്പോൾ തേങ്ങയും തേങ്ങാപ്പാലും ഒന്നും ചേർക്കുന്നില്ല. ഇപ്പം ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തു. ഈ ടൈമിൽ ഇതിൽ ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസുകൾ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് 1.5 സ്പൂൺ വരെ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് 2 മിനിറ്റ് നന്നായി അരച്ചെടുക്കണം. ഇപ്പം ഇത് നന്നായി അരച്ചെടുത്തു. ഇനി ഇതിൽ നിന്ന് 1/4 ഭാഗം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. 1/4 ഭാഗം മാവ് മിക്സിയുടെ ജാറിൽ തന്നെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന 1/2 കപ്പ് അരിപ്പൊടിയിലേക്ക് നമ്മൾ അരിപ്പൊടി എടുത്ത സെയിം കപ്പ് കൊണ്ട് തന്നെ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. കുറുക്കിയെടുക്കുമ്പോൾ ചെറിയ തീയിൽ വെച്ച് വേണം ഇത് കുറുക്കിയെടുക്കാൻ. ഇത് കുറുക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇളക്കി കൊടുത്ത് തന്നെ ഇത് കുറുക്കിയെടുക്കണം. ഇപ്പം ഇത് റെഡിയായി. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറുന്നതിന് മുന്നേ തന്നെ നമ്മൾ മിക്സിയുടെ ജാറിൽ നേരത്തെ മാറ്റി വെച്ചിരുന്ന മാവിലേക്ക് ചേർത്ത് 1 മിനിറ്റ് അരച്ചെടുക്കണം. ഇപ്പം ഇത് 1 മിനിറ്റ് അരച്ചെടുത്തു. ഇനി ഇത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മാവിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇതിൽ അല്പം വെള്ളം കുറവുണ്ട്. ഇനി 1/2 കപ്പ് വെള്ളം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ടൈമിൽ ഇതിൽ കൂടുതൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമെങ്കിൽ അപ്പം ഉണ്ടാക്കുന്ന ടൈമിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം മാവ് വട റെഡിയായി. ഇനി ഇത് മിനിമം 1/2 മണിക്കൂർ അടച്ചു വെക്കണം. തണുവ് സീസൺ ആണെങ്കിൽ മിനിമം 1 മണിക്കൂർ വെക്കേണ്ടി വരും. ഇപ്പോൾ 35 മിനിറ്റിന് ശേഷമാണ് ഞാൻ ഈ മാവ് എടുക്കുന്നത്. നമ്മുടെ മാവ് ഇപ്പം നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലല്പം വെള്ളം കുറവുണ്ട്. 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന ടൈമിൽ ഈ ഒരു കട്ടിക്കാണ് നമ്മൾ മാവിൽ വെള്ളം മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ അപ്പച്ചട്ടി ഇവിടെ നന്നായി ചൂടായി വന്നു. ഇനി നമുക്കിതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കാം. ഒരു തവി മാവ് ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ചുറ്റിച്ചെടുക്കണം. എന്നിട്ടൊന്ന് ഹോൾ വന്നതിന് ശേഷം വേണം ഇത് അടച്ചു വെക്കാൻ. ഇപ്പം നമ്മുടെ ഒരപ്പം ഇവിടെ റെഡിയായി വന്നു. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം.
ഇതേ രീതിയിൽ നമുക്ക് എല്ലാ അപ്പങ്ങളും ഉണ്ടാക്കിയെടുക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന അടിപൊളി ടേസ്റ്റിലുള്ള വെള്ളപ്പം ഇവിടെ റെഡിയായി. ഇതിൻ്റെ സോഫ്റ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ടാവും. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ സലാം.